അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയുടെ ചികിത്സ പൂർത്തിയായി. ആനയുടെ മസ്തകത്തിൽ മരുന്ന് വെച്ചു. ആന്റിബയോട്ടിക്കുകളും നൽകിയ ശേഷം ആനയെ വിട്ടയച്ചു. മയക്കം മാറാത്തതിനാൽ ആന മേഖലയിൽ തന്നെ തുടരും. മയക്കം പൂർണ്ണമായി വിടുന്നതുവരെ ആനയെ നിരീക്ഷിക്കും. ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ഉണ്ടായ പരുക്കെന്നാണ് നിഗമനം. വിവരങ്ങളുമായി ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, എങ്ങനെയാണ് നിലവിൽ ആനയുടെ ആരോഗ്യസ്ഥിതി? എന്തായാലും ആനയുടെ പരിക്കുകൾ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി ചികിത്സിച്ചിട്ടുണ്ട്. ആന്റിബയോട്ടിക് അടക്കമുള്ള ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചികിത്സ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ആനയെ ഇപ്പോൾ ചികിത്സ നൽകിയതിനു ശേഷം വിട്ടയച്ചിട്ടുണ്ട്. ആന അധികം ദൂരം പോകുന്നില്ല. നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴും ആന അതേ പരിസരത്ത് തന്നെ തുടരുന്നുണ്ട്. കാരണം മയക്കം പൂർണ്ണമായും വിട്ടുമാറാത്തതുകൊണ്ട് തന്നെ ആന അധികം ദൂരം, അതായത് ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ DFO മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ അതിനുശേഷമായിരിക്കും വരിക. എന്തായാലും 3 ആഴ്ചയായി ഇത്തരത്തിൽ മസ്തകത്തിൽ മുറിവായി ഉണ്ടായിരുന്ന കാട്ടാന ഇപ്പോൾ വനംവകുപ്പും ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും പിടികൂടി ചികിത്സിച്ചിരിക്കുന്നു. ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ കാട്ടിലേക്ക് തന്നെ തുറന്നു വിട്ടിരിക്കുന്നു. ആനയുടെ മയക്കം പൂർണ്ണമായി മാറേണ്ടതുണ്ട്. തുടർന്നായിരിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ചികിത്സയുടെ വിവരങ്ങളും അതുപോലെ തന്നെ അടുത്ത നടപടികളെ കുറിച്ചും തീർച്ചയായിട്ടും വാഴച്ചാൽ DFO ശ്രീലക്ഷ്മി അല്പസമയത്തിനകം തന്നെ വിശദീകരിക്കും, മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്, ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും. ആനന്ദ്, ആനയുടെ മസ്തകത്തിലേറ്റ മുറിവിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? അത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് അതിന്റെ അവസ്ഥ? അതിന്റെ എല്ലാം കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അരുൺ സക്രിയ സംസാരിക്കേണ്ടതുണ്ട്. DFO ആണ് അത് പറയേണ്ടത്. അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. മുറിവിന്റെ ആഴവും മുറിവിന്റെ മറ്റ് അടുത്ത ഘട്ടത്തിലേക്കുള്ള നടപടിക്രമങ്ങളും ചികിത്സാ നടപടിക്രമങ്ങളും എല്ലാം DFO വിശദീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ 10 മിനിറ്റിനകം തന്നെ DFO മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആനന്ദ്, 3 തവണയാണ് ഈ ആനയെ മയക്കുവെടി വെച്ചത്. ഈ ആനയുടെ മയക്കം മാറാൻ എത്ര സമയം എടുത്തേക്കും? 2 മുതൽ 3 മണിക്കൂർ വരെ സമയമാണ് പൊതുവെ മയക്കാൻ മാറാൻ വേണ്ടി എടുക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു മയക്കുവെടി വെച്ചിട്ട്. എന്നാലും ആന ഏതാണ്ട് അതിൽ നിന്ന് മുക്തനായി വരുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും ഈ മയക്കത്തിൽ നിന്ന് ആന വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിട്ടയച്ച സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ പരിസരത്ത് തന്നെ ആന നിൽക്കുകയാണ്. പൂർണ്ണമായും മയക്കം മാറിയതിനു ശേഷം ഉൾക്കാട്ടിലേക്ക് വലിയുമെന്നാണ് ഈ വനപാലകരടക്കമുള്ള സംഘം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ രാവിലെ കണ്ടതാണ്, ആനയോടൊപ്പം മറ്റ് ആനകളും കൂടി ഉണ്ടായിരുന്നു. പുഴയിൽ വെള്ളം കുടിക്കാൻ വരുന്നപ്പോഴൊക്കെ മയക്കുവെടി വെക്കുമ്പോഴും ഒക്കെയും ഈ ആനയുടെ പരിക്കേറ്റ ആനയോടൊപ്പം മറ്റ് ആനകളും ഉണ്ടായിരുന്നു. ഈ ആനകൾ ഇപ്പോഴും ആ പരിസരത്ത് തന്നെയുണ്ടോ? അതായത് ഈ പ്രദേശം പൊതുവെ എന്ന് പറയുന്ന ആനകളുടെ ഒരു വിഹാര കേന്ദ്രമാണ്. ജനവാസ മേഖലകളിലേക്ക് അടക്കം ആനകൾ വരുന്നതും പൊതുവെ സ്വതസിദ്ധമാണ്. പക്ഷെ ആ തലത്തിലേക്കുള്ള ഒരു സംഘർഷങ്ങൾ ഈ ഒരു കാലടി പ്ലാന്റേഷൻ ഭാഗത്ത് ആനയും ആളുകളും തമ്മിലുള്ള സംഘർഷങ്ങൾ പൊതുവെ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. ഈ ഒരു ചെറിയ മേഖലയിൽ പക്ഷേ ആനകൾ വളരെ സഹകരിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്തിയത് ഒരു കൂട്ടം ആനകൾക്ക് നടുവിലാണ്. 4 ആനകൾ ഉണ്ടായിരുന്നു. തുടർന്നായിരുന്നു ഈ ദൗത്യം കുറച്ചുകൂടെ ദുഷ്കരമായിരുന്നത്. പ്രത്യേകിച്ച് ഈ ആനയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടല്ലാതെ മയക്കുവെടി വയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്തായാലും ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഒറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മയക്കുവെടി വെച്ചത്. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ ആന ഈ ദൗത്യ സംഘത്തിന് നേരെ തിരിയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തായാലും വളരെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വളരെ അതിബുദ്ധിപരമായി തന്നെ ഈ ആനയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടായിരുന്നു അത്തരത്തിൽ മയക്കുവെടി വെച്ചത്. എന്തായാലും ആന ഇപ്പോൾ ഒറ്റയ്ക്കാണ്. മറ്റ് ആനകളെല്ലാം ഈ പരിസരത്ത് നിന്ന് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആന ഇപ്പോൾ ഈ വിട്ടയച്ച പ്രദേശത്ത് നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്റർ അകലെ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. ഒരുപക്ഷെ മയക്കം പൂർണ്ണമായതിനു ശേഷമായിരിക്കും ആന ഈ പരിസരം വിട്ട് ഉൾക്കാട്ടിലേക്ക് പോകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മുറിവ് എങ്ങനെ, ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ഉണ്ടായ മുറിവുകൾ തന്നെയാണെന്നാണോ വനംവകുപ്പിന്റെ നിഗമനം? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം. ആ കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. കാരണം ആദ്യഘട്ടങ്ങളിൽ ഒരു വെടിയുണ്ടേറ്റത് പോലത്തെ ഒരു മുറിവായിരുന്നു. പക്ഷെ അത് വെടിയുണ്ടേറ്റതാവാം എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അങ്ങനെയല്ല എന്ന് വനംവകുപ്പ് തുടക്കം മുതലേ വിശദീകരിച്ചിരുന്നു. എന്തായാലും അതിപ്പോൾ ശരിയായിരിക്കുകയാണ്. ഈ ആനകൾ തമ്മിൽ പോരടിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മുറിവാണിത് എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു മുറിവാണ്. മുറിവിന്റെ ആഴവും അതുപോലെ തന്നെ അടുത്ത ചികിത്സ നടപടികളെല്ലാം നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും വാഴച്ചാൽ DFO അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അപ്പോഴായിരിക്കും നമുക്ക് ലഭ്യമാക്കുക. ആനന്ദ് പറഞ്ഞിരുന്നു, നേരത്തെ മുറിവിൽ മരുന്ന് വെച്ചു എന്നും അതുപോലെ ആന്റിബയോട്ടിക്കുകളും ഒക്കെ നൽകിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇനി എത്ര നാളത്തേക്കായിരിക്കും ഈ മുറിവ് ഉണങ്ങുന്നത് വരെയും എത്ര നാളത്തേക്കായിരിക്കും ഈ ആനയെ നിരീക്ഷിക്കുക?
തീർച്ചയായിട്ടും അതായത് അത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ഒരു 3 ദിവസത്തോളം ഈ ആനയെ ഇവിടുത്തെ താൽക്കാലിക ലോക്കലായിട്ടുള്ള വാച്ചർമാരെല്ലാം നിരീക്ഷിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം സമയം ഈ ആനയ്ക്ക് നിരീക്ഷണം വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൂടിയാലോചനകൾ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. DFOയും ഈ ഡോക്ടർമാരുടെ സംഘവും നേതൃത്വത്തിലുള്ള ഒരു കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂടിയാലോചനകൾ നടന്നതിന് ശേഷമായിരിക്കും മാധ്യമങ്ങളോട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കുക. എന്തായാലും ഈ 3 ദിവസം ഇവിടുത്തെ വാർഡന്മാർ, ഈ പ്രദേശത്തെ വാർഡന്മാർ ഈ ആനയെ നിരീക്ഷിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്കാണ് ഇപ്പോൾ ചികിത്സ പൂർത്തിയായിരിക്കുന്നത്. മസ്തകത്തിൽ മരുന്ന് വെച്ചു, അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകളും ഒക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. മയക്കം മാറാത്തതിനാലാണ് ആനയെ ഇപ്പോൾ വിട്ടയക്കാത്തത്. ആന ഇപ്പോഴും മേഖലയിൽ തന്നെ തുടരുകയാണ്. മയക്കം മാറുമ്പോഴത്തേക്കും ആനയെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിടും. പിന്നീട് ആനയെ 3 ദിവസത്തേക്ക് നിരീക്ഷിക്കുമെന്നാണ് ഇപ്പോൾ ആനന്ദ് പറഞ്ഞത്. അതുപോലെ തന്നെ ആനകൾ തമ്മിലുള്ള കൊമ്പ് കോർക്കുമ്പോഴുണ്ടായ പരുക്കാണ് എന്നാണ് ഇപ്പോൾ വനം വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആനന്ദ്, ഇപ്പോൾ ഈ ആരൊക്കെയാണ് ഈ പ്രദേശത്തുള്ളത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥരല്ലാതെ മറ്റ് മൃഗ ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോഴും ആ സ്ഥലത്ത് തുടരുകയാണോ? സ്ഥലത്ത് തന്നെ തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു കൂടിയാലോചന, അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ DFOയും ഈ അരുൺ സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘവും തമ്മിൽ ഒരു കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആനയുടെ തുടർ ചികിത്സ എപ്രകാരമായിരിക്കണം, എത്ര ദിവസത്തേക്ക് ഇത് നിരീക്ഷണം വേണ്ടിവരും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഈ ഒരു വിഭാഗം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ വിഭാഗം ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലൊരു വിശദീകരണം പുറം ലോകത്തോട് അറിയിക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. 3 ആഴ്ചയായി ഇത്തരത്തിൽ വനമേഖലയിൽ ആന മസ്തകത്തിന് മുറിവേറ്റ തരത്തിലേക്ക് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നു. മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കുന്നു, നാട്ടുകാരുടെ കണ്ണിൽപ്പെടുന്നു. ഈ ആന തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി മണ്ണ് ഈ മസ്തകത്തിലേക്ക് എടുത്തെറിയുന്നത് ശ്രദ്ധിക്കേണ്ട നാട്ടുകാരാണ് ഈ വിവരം ആദ്യം പറയുന്നത്. തുടർന്ന് മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കുകയും. ശരി, വ്യക്തമാണ്. ആനന്ദ് പുതൂരാണ് അതിരപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മസ്തകത്തിൽ പരുക്കേറ്റ കാട്ടാനയുടെ ചികിത്സ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ആനയുടെ മസ്തകത്തിലെ മുറിവിൽ മരുന്നുകൾ വെച്ചും ആൻറ്റിബയോട്ടിക്കുകളും നൽകി ആനയെ വിട്ടയച്ചു. മയക്കം മാറാത്തതിനാൽ ഇപ്പോഴും പ്രദേശത്ത് തന്നെ തുടരുകയാണ്. മയക്കം പൂർണ്ണമായും വിട്ടുമാറുന്നതുവരെ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. തുടർന്ന് 3 ദിവസങ്ങൾ കൂടി വനപാലകർ ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുമ്പോഴുണ്ടായ പരിക്കെന്നാണ് നിഗമനം.